എല്ലാവർക്കും നമസ്കാരം. വേദ വിത്ത് ഹരിയിലേക്ക് സ്വാഗതം. വളരെ രസകരമായതും എന്നാൽ ഗൗരവമേറിയതും ആയിട്ടുള്ളൊരു വിഷയമാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത്. പലവർക്കും അല്ലെങ്കിൽ പഴമക്കാർക്കാർക്കും നമ്മുടെ അമ്മമാർക്കാർക്കും ചിലപ്പോൾ ഈ കാര്യം ദഹിച്ചെന്ന് വരില്ല. എന്നാലും പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളതും എന്നോട് വന്ന് ചോദിച്ചിട്ടുള്ളതുമായിട്ടൊരു സംശയമാണ്, ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ മുടി കെട്ടിയിട്ട് വേണോ പോവാൻ? അതുകൊണ്ട് എന്തെങ്കിലും മുടി കെട്ടാതെ മുടി അഴിച്ചിട്ടുകൊണ്ട് ക്ഷേത്ര ദർശനം ചെയ്തതിന് എന്തെങ്കിലും ദോഷമുണ്ടോ? ഇങ്ങനെ തൊഴുതുകൊണ്ടിരിക്കുന്നേ ഇപ്പോൾ നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികളൊക്കെ മുടി അഴിച്ചിട്ടുണ്ടായിരിക്കും ക്ഷേത്ര ദർശനത്തിന് വരുന്നത്. അപ്പോൾ അവിടെ നിൽക്കുന്ന നമ്മുടെ അമ്മമാർ, പ്രായമായിട്ടുള്ള നമ്മുടെ അമ്മമാരൊക്കെ പറയും, ആ കൊച്ചിത് എന്താണ് കാണിക്കുന്നത്, ക്ഷേത്രത്തിൽ ദർശനത്തിന് വരുമ്പോൾ മുടി കെട്ടിയിട്ട് വേണം പോകാൻ. ഇത് പലപ്പോഴും നമ്മുടെ അനിയത്തിമാർക്കൊക്കെ പലപ്പോഴും ഒരു ദേഷ്യഭാവം അവരുടെ മുഖത്ത് വരാറുണ്ട്. കാരണം ഞങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരാൻ സാധിക്കുന്നില്ലേ. അപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, അതിന് വല്ല ആചാരങ്ങളുണ്ടോ ശാന്തി, ഇല്ലെങ്കിൽ അങ്ങനെ വേണോ ചെയ്യാൻ? ശരിക്കും ഇതൊരു ക്ഷേത്ര ദർശന നിയമത്തിൽ ഇങ്ങനെ പരാമർശിച്ചിട്ടില്ല, മുടി കെട്ടിയിട്ട് വേണം ക്ഷേത്ര ദർശനത്തിന് എത്താൻ എന്ന്. നമ്മുടെ ദേവിമാരുടെ ഫോട്ടോകളൊക്കെ നോക്കിയാൽ തന്നെയും അതിൽ മുടി അഴിച്ചിട്ടിട്ട് തന്നെയാണ് അവരിയ്ക്കാറ്. അതല്ല ഇവിടുത്തെ വിഷയം. എന്നാൽ പോലും ക്ഷേത്ര ദർശനത്തിന് വരുമ്പം ഇതൊരിക്കലും നിയമമല്ല, ഒരു ആചാരമാണ്. ഒരു ക്ഷേത്രത്തിൻ്റെ ശുദ്ധ അശുദ്ധങ്ങളിൽപ്പെട്ട ഒരു ആചാരമാണ്. പ്രധാനമായും മുടി അഴിച്ചിട്ട് ക്ഷേത്ര ദർശനത്തിന് വരുമ്പം ആ മുടിയിൽ ബാധയിരിക്കും, അങ്ങനെയൊക്കെ ഒരു സങ്കല്പകഥയാണ്. ഒന്നുമല്ല അതിനകത്ത്. അതിൻ്റെ തുമ്പുവശമെങ്കിലും കെട്ടിവെക്കണം എന്നാണ് പറയാറ്. കാരണം ക്ഷേത്രത്തിൽ അശുദ്ധിയിൽപ്പെട്ട ഒരു സാധനമാണ് മുടി എന്ന് പറയുന്നത്. മുടി എന്നല്ല, നമ്മുടെ ശരീരത്തിൽ നിന്ന് വിസർജ്യ വസ്തുക്കളായിട്ട് പുറന്തള്ളുന്ന എല്ലാം അശുദ്ധി തന്നെയാണ് ക്ഷേത്രത്തെ സംബന്ധിച്ച്. അപ്പോൾ കെട്ടാതെ വരുന്ന മുടി, ചിലപ്പം മുടി കുഴിച്ചിലൊക്കെ ഇല്ലെങ്കിൽ ഒരു മുടി പൊട്ടിപ്പോയാൽ അത് ആ ക്ഷേത്ര കോമ്പൗണ്ടിൽ പറന്ന് കിടക്കും. ക്ഷേത്ര പൂജയ്ക്ക് ഉപയോഗിക്കുന്ന പുഷ്പങ്ങളിലൊക്കെ ഈ മുടി ചുറ്റിപ്പിടിച്ചിരിക്കാം. അത് ദേവിക്ക് അർച്ചിക്കുമ്പോൾ അത് അശുദ്ധി ദോഷമായിട്ട് വരും. അതാണ് ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ മുടി കെട്ടിയിട്ട് പോകണം എന്ന് പറയാറ്. അല്ലാണ്ട് ക്ഷേത്ര ദർശന നിയമത്തിൽ ഒരിക്കലും മുടി കെട്ടിയിട്ട് വേണം പോകാനെന്ന് ഒരു ശാസ്ത്രത്തിലും പറയുന്നില്ല. മുടി കെട്ടാതെ പോയെന്ന് വെച്ച് ഒരു ഈശ്വരന്മാരും നമ്മളോട് കോപിക്കാറുമില്ല. പക്ഷെ ഒരു ശുദ്ധാശുദ്ധിൻ്റെ ഭാഗമായി, നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമായിട്ട് മുടി കെട്ടി ആ ഒരു ഭക്തിയോടുകൂടി ചെല്ലണം എന്ന് മാത്രമല്ല. ഇതിനകത്ത് ശാസ്ത്രീയ വശം മുടി കൊഴിയാതെ നോക്കാം എന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ മുടി കെട്ടാതെ ദർശനം നടത്തിയാൽ ഒരു ദോഷവും ഒരു ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കില്ല. പിന്നെ ഇതിനകത്തൊക്കെ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് മുടി കെട്ടിയോ കെട്ടാതെയോ എങ്ങനെ വന്നു എന്നതല്ല, മനസ്സ് ശുദ്ധമായിരിക്കണം. മുടി കെട്ടിയിട്ടില്ലെങ്കിലും മനസ്സ് കെട്ടാതെ ക്ഷേത്രത്തിൽ പ്രവേശിക്കരുത്. ബാക്കിയുള്ള ബാഹ്യമായിട്ടുള്ള ചിന്തകളും നമ്മുടെ വീട്ടിലെ കാര്യങ്ങളോ വരാൻ പോകുന്ന കാര്യങ്ങളോ ഓഫീസിലെ കാര്യങ്ങളോ ഇതൊക്കെ ആലോചിച്ചിട്ടല്ല ക്ഷേത്ര ദർശനത്തിനെത്തുന്നത്. ക്ഷേത്ര ദർശനത്തിനെത്തുമ്പോൾ നമ്മുടെ മൈൻഡിൽ, നമ്മുടെ മനസ്സിൽ ബാഹ്യമായിട്ട് യാതൊരുവിധ ചിന്തകളും പാടില്ല. ആ ക്ഷേത്രവും ആ ഈശ്വരനെയും ആ ദേവിയെയും മാത്രമായിരിക്കണം മനസ്സർപ്പിക്കേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ഷേത്ര ദർശനത്തിന് നിയമഭാഗമല്ലെങ്കിൽ പോലും ക്ഷേത്രത്തിൻ്റെ അശുദ്ധങ്ങളിൽ പ്രധാനമായതുകൊണ്ട് മുടി കെട്ടിവെച്ചാൽ ഉത്തമം എന്നേ ഉള്ളൂ. മുടി കെട്ടാതെ ദർശനത്തിന് വന്നാൽ ഒരു ദോഷവും ഒരു ക്ഷേത്രത്തിൽ നിന്നും വരുന്നതല്ല. നമ്മുടെ ബാഹ്യമായ രൂപങ്ങളല്ല ക്ഷേത്രത്തിലെ ദർശനത്തിന് പ്രധാന നിതാന്തമായിട്ട് വന്നിരിക്കുന്നത്. മനോശുദ്ധിയും ശാരീരിക ശുദ്ധിയും തന്നെയാണ്. അപ്പം ഒരു മുടി ക്ഷേത്രത്തിൽ കൊഴിഞ്ഞു വീണാൽ അതിൻ്റെ ദോഷം നമുക്ക് തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളതിൻ്റെ തുമ്പെങ്കിലും കെട്ടിയിടുക. അതല്ലാണ്ട് ഭൂതം ബാധിക്കും, ബാധ ബാധിക്കും എന്നൊരു സങ്കല്പങ്ങളൊന്നും ഒരു ക്ഷേത്ര ദർശനത്തിനും, പ്രത്യേകിച്ച് ദേവീക്ഷേത്രത്തിൽ വരുമ്പം മുടി അഴിച്ചിട്ടാൽ ദേവീ കോപം ഉണ്ടാവും. ആ മുടിയിലൂടെ നമ്മളിലേക്ക് നെഗറ്റീവൊക്കെ വരും, നമ്മളിൽ ദോഷങ്ങൾ സംഭവിക്കും, നമ്മുടെ ജീവിതം പരാജയത്തിലേക്കാവും. അങ്ങനെയുള്ള ഒരു ടെൻഷനും നിങ്ങൾക്ക് വേണ്ട. ഇത് മാത്രമാണ് ഇതിൻ്റെ പ്രധാനം. ശുദ്ധ അശുദ്ധ ഭാഗങ്ങളിൽ ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൽ മുടി വീഴാതിരിക്കാൻ നോക്കേണ്ടത് ഓരോ ഭക്തൻ്റെയും കടമയായതിനാൽ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ചില വ്രതങ്ങൾ എടുക്കുന്ന സമയത്തും ചില ആചാരങ്ങളുടെ ഭാഗമായി നമ്മൾ മുടി കെട്ടിക്കൊണ്ട് തന്നെ ക്ഷേത്ര ദർശനം പറയുന്നുണ്ട്. അത് ആ രീതിയിൽ തന്നെ ചെയ്യുക. വ്രത സമയത്തൊക്കെ മുടി ഇന്ന രീതിയിലൊക്കെ കെട്ടണം, ഇല്ലെങ്കിൽ അത് ഓരോരോ ക്ഷേത്രത്തിൻ്റെയും ഓരോരോ ദേശത്തിൻ്റെ ആചാരമാണ്. അത് ആചാരമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. ഇപ്പം നമ്മുടെ ഓരോരോ ക്ഷേത്രങ്ങളും ഓരോരോ ദേശത്തിനും പല പല ആചാരങ്ങളാണ്. തന്ത്രശാസ്ത്രത്തിൽ ക്ഷേത്ര നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് സ്ത്രീകൾ മുഖം മറയ്ക്കാതെയും പുരുഷന്മാർ മാറുമറക്കാതെയും ക്ഷേത്ര ദർശനം നടത്തണം എന്നാണ്. അതിൽ ഷർട്ട് ധരിക്കാതെ ക്ഷേത്ര ദർശനം നടത്തുന്നതിൻ്റെ പിന്നിലും നമ്മുടെ ചൈതന്യം നമ്മുടെ
പുരുഷന്മാർക്ക് മാറിലേക്കാണ് വരുന്നത്, സ്ത്രീകൾക്ക് മുഖത്തിലേക്കാണ് വരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ കുറേ നിയമങ്ങൾ. അതുപോലെ തന്നെ ശിരോവസ്ത്രം ധരിക്കരുതെന്ന് പറയുന്നുണ്ട്. ബഹുമാന പുരസ്കാരമായിരിക്കണം ക്ഷേത്രത്തിൽ പ്രവേശിക്കേണ്ടത്. ആ ക്ഷേത്രം ഒരു കൊട്ടാരമാണെന്നും അവിടെ ഇരിക്കുന്നത് രാജ്ഞി രാജാവ് എന്ന സങ്കല്പത്തെ ഭയഭക്തിയോടുകൂടി ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുക. നമ്മുടെ ഉള്ളിലെ ഭക്തിയാണ് അവിടെ പ്രധാനമായിട്ടും വരേണ്ടത്. മറ്റുള്ളവരെ കാണിക്കുന്ന രീതിയിലുള്ള ബാഹ്യമായ വേഷങ്ങൾക്കൊന്നും അവിടെ പ്രാധാന്യമില്ല. അതുകൊണ്ട് ആ വക കാര്യങ്ങളിൽ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. ഇനി നിങ്ങൾ ക്ഷേത്ര ദർശനത്തിനെത്തുമ്പോൾ മുടി കെട്ടിയിടണ മോളെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതിൻ്റെ രൂപത്തിൽ തർക്കിക്കാൻ വേണ്ടിയിട്ടല്ല, ഒരിക്കലും നമ്മൾ അവരോട് തർക്കിക്കേണ്ടതല്ല. നമ്മളതിന് കൂടുതൽ വില കൽപ്പിക്കണമെന്നില്ല. നമുക്ക് എന്താണോ ഇഷ്ടം അത് ചെയ്യുക. പക്ഷേ ഞാൻ ഈ പറഞ്ഞ രീതി ക്ഷേത്രത്തിന് അശുദ്ധമാകേണ്ടതായ, ക്ഷേത്ര ചൈതന്യത്തിന് അശുദ്ധി വരേണ്ടതായ കാര്യങ്ങളൊന്നും നമ്മുടെ ഭാഗത്തുനിന്ന് വരാതിരിക്കാൻ കൂടി ശ്രദ്ധിച്ച് ക്ഷേത്ര ദർശനം ചെയ്യുക. ക്ഷേത്ര നിയമത്തിൻ്റെ ഭാഗമായിരുന്നെങ്കിൽ ക്ഷേത്ര ദർശനത്തിനെത്തുമ്പോൾ ഷർട്ട്, കൈലി, ബനിയൻ എന്നിവ ധരിക്കരുത് എന്ന് നമ്മൾ പറയുന്നത് പോലെ തന്നെ സ്ത്രീകൾ മുടി അഴിച്ചിട്ട് കയറരുത് എന്നുകൂടി എല്ലാ ക്ഷേത്രത്തിലും എഴുതി വെച്ചേന്. ഒരിക്കലും അങ്ങനെയല്ല. മുടിയൊക്കെ കെട്ടിവെക്കുക എന്ന് പറയുന്ന ഒരു മനസ്സിൻ്റെ നിയന്ത്രണം പോലെയാണ്. ക്ഷേത്ര ദർശനത്തിന് മനസ്സ് തന്നെയാണ് ഏറ്റവും പ്രധാനം. അപ്പം മനസ്സ് കെട്ടിക്കൊണ്ട് തന്നെ ക്ഷേത്രത്തിലെത്തുക. എല്ലാവർക്കും ക്ഷേത്ര ദർശനം വഴി എല്ലാവിധ ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയും ലഭിക്കട്ടെ എന്ന് മൂകാംബിക ദേവിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം.